തന്നെ കർത്താവിനെ അറിയുവാൻ സാധിക്കുന്ന ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിലുണ്ടായി, സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ. എന്നാൽ കോളേജിലേക്ക് ആയ സമയത്തേക്ക് വളരെ കൊച്ചു പ്രായത്തിൽ രക്ഷ ലഭിച്ചുകൊണ്ട് രക്ഷയുടെ വലിപ്പം അറിയത്തില്ല, രക്ഷയുടെ മഹത്വം എന്താണെന്നൊന്നും അറിയത്തില്ല. എന്നാൽ കോളേജിലേക്കായപ്പോൾ സംഗീതത്തിലേക്ക് വളരെ ആകർഷണം തോന്നുവാനായിട്ട് തുടങ്ങി. ഞാൻ ചെന്നൈയിൽ ആണ് ജനിച്ചു വളർന്നത്. വളരെ പ്രഗത്ഭനായ ഒരു പഠിക്കുന്ന കോളേജാണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്. ഞാൻ എൻ്റെ ഡിഗ്രി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ലോയോള കോളേജിലാണ് പഠിച്ചത്. എന്നാൽ കോളേജിലെത്തിയപ്പോൾ സംഗീതത്തിലേക്ക് എനിക്കൊരു ആകർഷണം ഉണ്ടാകുകയും ആ ആകർഷണത്തിൽ കൂടെ ഞാൻ പയ്യെ പ്രാർത്ഥനയിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും ഒക്കെ മാറിപ്പോകേണ്ട ഒരവസ്ഥ വന്നു. അന്ന് എനിക്ക് അതിൻ്റെ ഗൗരവം പിടികിട്ടിയില്ല. എന്നാൽ പയ്യെ എൻ്റെ കൂട്ടുകാർ മാറുവാനായിട്ട് തുടങ്ങി. എൻ്റെ കൂട്ടുകാരുടെ സ്വഭാവങ്ങൾ പയ്യെ എന്നിലേക്ക് പകരുവാനായിട്ട് തുടങ്ങി. അല്പകാലം കടന്നു പോയപ്പോൾ എൻ്റെ പഠിത്തമെല്ലാം കഴിയാൻ ആകിയപ്പോൾ ഏകദേശം ഞാൻ ഒരു സാധാരണ ലോകത്തിലെ മനുഷ്യൻ ജീവിക്കുന്നതിനേക്കാളും വളരെ മോശമായ ഒരു ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതം പോകുവാനായിട്ട് തുടങ്ങി. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന ഒരു ഉപമയുണ്ട്. നമ്മളതിന് കൊടുത്തിരിക്കുന്ന പേര് മുടിയനായ പുത്രൻ്റെ ഉപമ എന്നാണ്. അവിടെ ഒരു ധനികനായ പിതാവിൻ്റെ 2 മക്കളിൽ ഇളയ മകൻ, അവൻ ലോകസുഖം കണ്ട് തൻ്റെ വസ്തുവകകളെല്ലാം മേടിച്ച് താൻ ദൂരദേശത്തേക്ക് തൻ്റെ പിതാവിൽ നിന്ന് വളരെ ദൂരെ മാറി യാത്ര ചെയ്ത് തൻ്റെ ഒരു ജീവിതം തുടങ്ങി. എന്നാൽ അവൻ്റെ ജീവിതം കുറെ കാലം കഴിഞ്ഞപ്പോൾ എല്ലാം നശിച്ച് തനിക്ക് ആ പ്രദേശത്ത് പന്നികളുടെ ആഹാരം പോലും വാളവര പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് തൻ്റെ ജീവിതം മാറി. ഒരുപക്ഷെ ആ ഉപമയിൽ വായിക്കുന്ന വ്യക്തി ഒരു കഥാപാത്രമായിട്ടായിരിക്കും പലരും ഉപമയിൽ നോക്കുന്നത്. എന്നാൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ആ മുടിയനായ പുത്രൻ്റെ ഏറ്റവും അടുത്ത ക്യാരക്ടറാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റമുണ്ടായി. ഞാൻ പയ്യെ കർത്താവിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് തുടങ്ങി. എനിക്ക് നല്ല ജോലി ലഭിച്ചു, എനിക്ക് നല്ല ശമ്പളം ലഭിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ ജീവിതം പിന്നെയും മോശമായിട്ട് പോകുവാനായിട്ട് തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണിന് പ്രിയമായത് സകലതും ചെയ്യുവാനായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു. എൻ്റെ ജീവിതം പിതാവിൽ നിന്ന് വളരെ ദൂരെ മാറി ജീവിച്ച ആ പുത്രനെ പോലെ തന്നെ എൻ്റെ ജീവിതം മാറുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ചില വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയത്. ഞാൻ എന്തിനാണോ സന്തോഷത്തിന് വേണ്ടിയും ആനന്ദത്തിന് വേണ്ടിയുമാണ് പല കാര്യങ്ങളിലേക്കും എൻ്റെ ജീവിതം തിരിയുവാൻ തുടങ്ങിയത്. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. വളരെ ഭയത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും ഒരു കൂരിരുട്ടിലേക്കാണ് പിശാച് എന്നെ കൊണ്ട് തള്ളിയിട്ടത് എന്നുള്ളത് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിടികിട്ടുവാൻ തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിൽ ഒരു സമയം വന്നു, എൻ്റെ കൈ നിറയെ പണമുണ്ട്, എൻ്റെ ജീവിതത്തിൽ കാറുണ്ട്, എനിക്ക് ആവശ്യമായിട്ടുള്ള സകലതും എന്നെ ചുറ്റിലുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ഭയം എന്നെ പിടിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ ഭയത്തിന് കാരണം എന്താണെന്ന് പറയാൻ സാധിക്കത്തില്ല. എൻ്റെ ഉള്ളിൽ വലിയൊരു അസമാധാനം വരുവാനായിട്ട് തുടങ്ങി. ഒരു മീൻ എങ്ങനെ വെള്ളത്തിൽ നിന്ന് വെളിയിൽ എടുത്തിട്ടാൽ അതെങ്ങനെ പിടയ്ക്കുവോ അതുപോലെ എൻ്റെ ജീവിതം പിടയ്ക്കുവാനായിട്ട് തുടങ്ങി. ഇന്നൊരു പക്ഷേ അല്പം കൂടെ പണമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാനൊരു സത്യം പറയാം. ആവശ്യത്തിലധികം പണമുണ്ടെങ്കിലും മനസ്സിൽ സമാധാനവും ധൈര്യവും സുരക്ഷിത ബോധവും ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. ഇന്ന് പറയാം, ആ അവസ്ഥയിൽ ഞാൻ പോയപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഏത് നേരവും ഒരു ഭയവും ആശങ്കയും എന്നെ പിടിക്കുക. രാവിലെ വന്നാൽ എപ്പം രാത്രി ആകുമെന്നുള്ള ചിന്ത, രാത്രി വന്നാൽ എപ്പം രാവിലെ വരുമെന്നുള്ള ചിന്ത, ആ രാത്രികളെ എനിക്ക് വർണ്ണിക്കാൻ സാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ എൻ്റെ ജീവിതം കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് എടുത്തു വെക്കാൻ സാധിക്കത്തില്ല. എന്നെ ഒരു ഡോക്ടർക്കും ചികിത്സിച്ചാൽ എൻ്റെ രോഗം പിടികിട്ടത്തില്ല, എൻ്റെ രോഗം എന്താണെന്ന് ആർക്കും പിടികിട്ടത്തില്ല. ഏത് സ്കാനിങ് മെഷീനിൽ കിടത്തിയാലും എൻ്റെ രോഗം എന്താണെന്നുള്ളത് മെഡിക്കൽ സയൻസിന് പിടികിട്ടത്തില്ല. എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു, എൻ്റെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെട്ടു. ഓരോ നിമിഷവും ഒരു മീൻ കിടന്ന് പിടയ്ക്കുന്നത് പോലെ ഞാൻ പിടയ്ക്കുക. ജീവിതത്തിൽ
ജീവിതത്തിൽ പണമുണ്ട്, ജോലിയുണ്ട്, കാറുണ്ട്, ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അനുഭവിച്ച വേദന ഈ ഭൂമിയിലുള്ള ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് ഈ ഭൂമിയിലുള്ള ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അങ്ങനെ എൻ്റെ ജീവിതം ആ അവസ്ഥയിൽ എത്തിയപ്പോൾ ഞാൻ കേൾക്കുന്ന പ്രസംഗങ്ങളും ഞാൻ കേൾക്കുന്ന വചനങ്ങളും എല്ലാം പലപ്പോഴും അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നിന്റെ ജീവിതത്തിൽ ഉണ്ടായ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നിന്റെ ജീവിതത്തിൽ വീഴ്ചയുണ്ടായല്ലോ, നീ ദൈവത്തെ വിട്ട് പോയതാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ജീവിച്ചത് കൊണ്ട് നിന്റെ ജീവിതം ഇതാ നാശത്തിലേക്ക് പോയി കഴിഞ്ഞു എന്നൊക്കെ ഞാൻ വചനം പലയിടത്തു നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചുനാളിൽ വായിച്ച ഈ ഉപമ എൻ്റെ ഉള്ളിൽ കടന്നു വരുവാനായിട്ട് തുടങ്ങി. ഈ ഉപമയിൽ ഈ വാളവര പോലും ലഭിക്കാത്ത ഈ മുടിയനായ പുത്രൻ, അവന് സുബോധം വന്നപ്പോൾ അവനൊരു തീരുമാനമെടുത്തു, ഞാൻ തിരിച്ച് എവിടെ നിന്നാണോ വന്നേ ആ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. ആ സമയമായപ്പോൾ എൻ്റെ ജീവിതത്തെ എനിക്ക് പോലും സ്നേഹിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഞാൻ തന്നെ വെറുത്ത ഒരവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. എനിക്ക് പോലും എന്നെ സ്നേഹിക്കാൻ കഴിയത്തില്ല, അതുപോലെ എൻ്റെ ജീവിതത്തെ ഞാൻ വെറുത്ത് കഠിന കുറ്റബോധത്തോടെ എൻ്റെ ജീവിതത്തിൽ അഗാധ ഭയത്തോടെ ഒരു മനുഷ്യനെയും ഫേസ് ചെയ്യാൻ സാധിക്കത്തില്ല, ഒരിടത്തും എനിക്ക് നിൽക്കാൻ സാധിക്കത്തില്ല, ആരോടും വർത്താനം പറയാൻ തോന്നത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കത്തില്ല. ഈ ലോകത്തിലുള്ള മെഡിക്കൽ സയൻസിന് എന്നെ വിടുവിക്കാൻ സാധിക്കത്തില്ല, ഡോക്ടർമാർക്ക് വിടുവിക്കാൻ സാധിക്കത്തില്ല, ഞാൻ പോയ മദ്യത്തിന് എന്നെ വിടുവിക്കാൻ സാധിക്കത്തില്ല, ഈ ലോകത്തിൽ ഞാൻ തേടിപ്പോയ ഒരു സുഖങ്ങൾക്കും ഇനി എന്നെ വിടുവിക്കാൻ സാധിക്കത്തില്ല. എന്റെ ജീവിതത്തിൽ ഇനി വിടുവിക്കുവാനായിട്ട് ഞാൻ ഏത് പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നോ ആ പിതാവിന് മാത്രമേ എന്നെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ഒരു സുബോധം എൻ്റെ ഉള്ളിൽ വന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ കാലങ്ങളിൽ ഞാൻ കേൾക്കുന്ന വചനങ്ങൾ എനിക്ക് മുഴുവൻ വിപരീതമായിരുന്നു. എനിക്കൊരു ധൈര്യവും കൊടുത്തില്ല. എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ധൈര്യമില്ല. എനിക്ക് ആരാധിക്കണമെന്നുണ്ട്, എന്നാൽ ആരാധിക്കുവാൻ പിശാച് എന്നെ സമ്മതിക്കത്തില്ല. എന്നാൽ ഈ ഉപമ, ഈ കൊച്ചുനാളിൽ കേട്ട ഈ ഉപമ എൻ്റെ ഉള്ളിൽ സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ഈ വചനം സത്യമാണെങ്കിൽ, ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം സത്യമാണെങ്കിൽ, 2004 വർഷം ഒരു രാത്രി ഞാൻ എൻ്റെ മുറി അടച്ച് എൻ്റെ ബെഡിൻ്റെ അടുക്കൽ എൻ്റെ മുട്ടുകുത്തിയിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വചനം സത്യമാണെങ്കിൽ, ഈ ലൂക്കോസ് 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഉപമ സത്യമാണെങ്കിൽ, ഈ മുടിയനായ പുത്രനെ വാളവര പോലും ലഭിക്കാതെ ജീവിതത്തെ നശിപ്പിച്ച ഈ മുടിയനായ പുത്രനെ നീ അംഗീകരിച്ചത് സത്യമാണെങ്കിൽ, കർത്താവേ, യേശുവേ, എന്നെ നീ ഒരിക്കൽ കൂടെ സ്വീകരിക്കുവോ എന്ന് പറഞ്ഞ് ആ ബെഡിന്റെ അടുക്കൽ മുട്ടുകുത്തി ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ ഞാൻ കരഞ്ഞു പ്രിയപ്പെട്ടവരെ. ഇതെന്ന പോലെ എനിക്ക് ആ രാത്രി ഓർക്കുവാനായിട്ട് സാധിക്കും. അന്ന് രാത്രി നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നീ എന്നെ വിട്ട് പോയത് എന്തിനാ എന്ന് ചോദിക്കുന്ന ഒരു യേശുവിനെ അല്ല ഞാൻ കണ്ടത്. ഇരു കൈയും നീട്ടി എന്നെ അന്ന് രാത്രി സ്വീകരിക്കുന്ന ഒരു യേശുവിനെ എനിക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിച്ചു. അന്ന് രാത്രി അവൻ എന്നെ കെട്ടിപ്പിടിച്ചു, എന്നോടൊരു വാക്ക് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. എന്റെ ജീവിതത്തിലെ ഏക ആഗ്രഹം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് തിരികെ അവന്റെ അടുക്കലേക്ക് വരുമ്പോൾ എനിക്കൊരു ദാസനായി ജീവിച്ചാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന. പക്ഷെ അന്ന് യേശുവിന്റെ ശബ്ദം ഞാൻ കേട്ടു, ഒരിക്കൽ ഞാൻ മകനാക്കിയവനെ ഞാൻ ഒരിക്കലും ദാസനാക്കത്തില്ല. നീ എന്റെ മകനാണെങ്കിൽ നീ എന്നേക്കും എന്റെ മകനാ, നീ മുടിഞ്ഞു കാണുമായിരിക്കും, പക്ഷെ എന്റെ അടുക്കലേക്ക് തിരികെ വന്ന നിന്നെ ഇനി ഞാൻ ഒരിക്കലും കൈവിടത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മുടിയനായ പുത്രൻ നിങ്ങൾക്ക് ഒരു പക്ഷേ ബൈബിളിലെ കഥാപാത്രമായിരിക്കും, പക്ഷെ 21-ാം നൂറ്റാണ്ടിൽ അവൻ സ്വീകരിച്ച ഒരു മുടിയനായ പുത്രൻ ഇതാ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. ഞാൻ അവന്റെ സ്നേഹത്തിന്റെ സാക്ഷിയാണ്. അന്ന് രാത്രി യേശുവിനെ അംഗീകരിച്ചു. അന്ന് രാത്രി യേശുവിന്റെ ആ സ്നേഹം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഒറ്റ രാത്രി കൊണ്ട് എന്റെ പ്രശ്നം തീർന്നില്ല പ്രിയപ്പെട്ടവരെ. ഒറ്റ രാത്രി കൊണ്ട് ഒരു പക്ഷേ എല്ലാം കർത്താവ് തീർത്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ മൈക്ക് പിടിച്ച് ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. എന്നാൽ ചില ദിവസങ്ങൾ എടുത്തു, ചില മാസങ്ങൾ എടുത്തു, കുറച്ച് വർഷങ്ങൾ പോയി. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രത്യാശ കിട്ടി. എന്നെ കർത്താവ് അംഗീകരിച്ചു. ഇനി ഒരിക്കലും എന്നെ തകർക്കാൻ സാധിക്കത്തില്ല. ഇനി ഒരിക്കലും ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ സാധിക്കത്തില്ല. പിശാച് അറുത്തതും പിശാച് മോഷ്ടിച്ചതും പിശാച് കട്ടതുമായ ജീവിതത്തെ യേശുവിന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവൻ പറഞ്ഞു, കള്ളൻ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്നു, ഞാനോ അവർക്ക് ജീവൻ ഉണ്ടാകുവാനായിട്ടും
അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനായിട്ട് വന്നിരിക്കുക. ഇന്ന് ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതം ഏതവസ്ഥയിലായിക്കോട്ടെ, എത്ര നരകിച്ചോട്ടെ, എത്ര നശിച്ച അവസ്ഥയിലായിക്കോട്ടെ, ഏത് പൊട്ടിയ ജീവിതത്തെയും പണിയാൻ സാധിക്കുന്ന ഒരു നല്ല തച്ചൻ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്തുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. എന്റെ ജീവിതത്തിൽ ആ ദിവസങ്ങളിൽ യേശുവിനെ എനിക്ക് പിൻപറ്റുവാനായിട്ട് സാധിച്ചു. പിശാചിന്റെ പോരാട്ടമുണ്ട്. പിശാചിനെ എതിർത്ത് നിൽക്കുമായിരുന്നു. എനിക്ക് ഒത്തിരി ടെംപ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങളിൽ പിശാച് എതിർത്ത് നിൽക്കുമായിരുന്നു. പക്ഷേ യേശുവിന്റെ മകനാണ് ഞാൻ എന്നുള്ള ബോധ്യം എന്റെ ഉള്ളിൽ വരാൻ തുടങ്ങിയപ്പോൾ, ഏത് പിശാചാണോ എന്നെ എതിർക്കാൻ തുടങ്ങിയത്, അതേ പിശാചിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ എതിർക്കുവാനായിട്ട് തുടങ്ങി. അവന്റെ ഓരോ കെട്ടുകളും എന്റെ ജീവിതത്തിൽ നിന്ന് പൊട്ടുവാനായിട്ട് തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനം എന്ന പുതിയ ഒരു മോതിരം അവൻ എന്നെ അണിയിച്ചു. പുതിയൊരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ ചെരുപ്പ് അവൻ എന്നെ അണിയിച്ചു. എനിക്കൊരു പുതിയ നീതിയുടെ വസ്ത്രം അവൻ തിരികെ തന്നു. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ഏത് നേരത്തും സന്തോഷവും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കൊണ്ടും ആ വാദ്യഘോഷങ്ങൾ എന്റെ ഉള്ളിൽ കർത്താവ് തരുവാനായിട്ട് തുടങ്ങി. എന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇതുവരെ അനുഭവിക്കാത്ത ദൈവ സമാധാനം എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. അന്ന് തുടങ്ങി ഇന്നേ വരെ ഒരു സ്ഥലത്തും ഒരിടത്തും എനിക്ക് താഴേണ്ടി വന്നിട്ടില്ല. എന്റെ ജോലിയിൽ എന്നെ കർത്താവ് ഉയർത്തുവാനായിട്ട് തുടങ്ങി. കോർപ്പറേറ്റ് ലോകത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് കർത്താവ് എന്നെ ഉയർത്തി. എവിടെയെല്ലാം ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്തോ, എന്റെ സാമ്പത്തികത്തിൽ, എന്റെ ജോലിയിൽ, എന്റെ എല്ലാ മേഖലയിലും കർത്താവ് എന്നെ ഉയർത്തുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം എന്നെ കുഞ്ഞിലെ കർത്താവിൽ നടത്തിയ ഒരു ദൈവദാസന് വേണ്ടി, അദ്ദേഹത്തിന്റെ ഒരു ബർത്ത്ഡേക്ക് വേണ്ടി ഞാനൊരു കേക്ക് മേടിക്കുവാനായിട്ട് ഞാനൊരു കടയിൽ നിൽക്കുകയാണ്. ആ കടയിൽ നിൽക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ ആ കേക്ക് മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ട്രാൻസ് പോലെ ഒരു അനുഭവം ഉണ്ടായി. പരിശുദ്ധാത്മാവ് എന്റെ കൊച്ചിലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എന്റെ മുന്നിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന് കൊടുത്തു. അന്ന് എന്റെ പോക്കറ്റിൽ വെറും 5 രൂപയേ ഉള്ളൂ. അന്ന് ഈ കുഞ്ഞു പ്രായത്തിൽ ഈ ദൈവദാസനെ കണ്ടുകൊണ്ട് ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, എന്റെ ജീവിതത്തിൽ നീ എന്നെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിച്ചാൽ ഞാൻ ദൈവദാസന്മാരെ കരുതും, ശുശ്രൂഷകളെ കരുതും, ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുമെന്ന്. അന്ന് ഞാൻ ഈ കേക്ക് മേടിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ വർഷങ്ങൾ കടന്നുപോയി. ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. എന്നാൽ എന്റെ പോക്കറ്റിൽ ആ ദേവദാസന് കൊടുക്കുവാനായിട്ട് വലിയൊരു സ്തോത്ര കാഴ്ച എന്റെ കയ്യിൽ ഇരിക്കുക. അതും 5, പക്ഷെ പല പൂജ്യങ്ങളുള്ള അക്കം ചേർന്ന ഒരു 5ന്റെ സ്തോത്ര കാഴ്ച എന്റെ പോക്കറ്റിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നീ ഓർക്കുന്നുണ്ടോ? നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന അനുസരിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിച്ചോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, വളരെ നല്ലതാ, ഞാൻ പോലും ഓർക്കുന്നില്ല ഈ പ്രാർത്ഥന, പക്ഷെ നീ അത് ഓർത്തല്ലോ, നീ എന്നെ അനുഗ്രഹിച്ചല്ലോ എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു, നിന്റെ കുഞ്ഞിലെ നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ ശുശ്രൂഷ ചെയ്യാമെന്ന്. അത് നീ ചെയ്യുമോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. ഞാൻ എന്റെ കാർ എടുത്ത് എന്റെ കാറിന്റെ അകത്ത് ഞാൻ കയറിയിരുന്നിട്ട് ഞാൻ കരയുവാനായിട്ട് തുടങ്ങി. കർത്താവെ, നശിച്ച എന്നെ, ഒരു പ്രയോജനവും ഇല്ലാത്ത എന്നെ ഇനി നീ ശുശ്രൂഷയിൽ എങ്ങനെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞ വാക്കുകൾ, അവൻ എന്നോട് പറഞ്ഞ വാക്കുകൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതകാലത്തിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു വ്യക്തിയിൽ കൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ അവനിൽ കൂടെ അല്ലാതെ വേറൊരു വ്യക്തിയിൽ കൂടെ ചെയ്യത്തില്ല. അന്ന് രാത്രി എനിക്കൊരു ഉറപ്പ് ലഭിച്ചു, യേശു തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തിയെ കുറിച്ചും അവന് വ്യക്തമായ പദ്ധതികളുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും എന്റെ യേശുവിന് വ്യക്തമായ പദ്ധതിയുണ്ട്. അങ്ങനെ എന്റെ ജീവിതത്തിൽ വലിയ സമാധാനവും വലിയ സന്തോഷവും ലഭിച്ചു. കോർപ്പറേറ്റ് ജീവിതത്തിൽ വലിയൊരു സ്ഥാനത്തേക്ക് കർത്താവ് എന്നെ ഉയർത്തി. ഞാൻ ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചു. എന്റെ ജോലിയോട് കൂടെ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് തുടങ്ങി. കടന്ന ചില വർഷങ്ങൾക്ക് മുൻപേ എന്റെ ജോലി ഞാൻ റിസൈൻ ചെയ്ത് ഈ യേശുവിന് വേണ്ടി ഞാൻ സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. ഈ തിരുവനന്തപുരം പട്ടണത്തിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കേരളത്തിന്റെ വെളിയിലും ലോകരാജ്യങ്ങളിലും ഈ യേശു ഇന്നും വിടുവിക്കുന്നവനാണെന്നും സ്നേഹിക്കുന്നവനാണെന്നും പറഞ്ഞ് നടക്കാനുള്ള ഭാഗ്യത്തിലേക്ക് കർത്താവിനെ നടത്തി. ഈ പദവിയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഇന്ന് രാത്രി നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഈ യേശു നിങ്ങളെ വിടുവിക്കാൻ ശക്തനാ. എന്നെ വിടുവിച്ച യേശു, എന്റെ ഭയത്തെ മാറ്റിയ യേശു, എന്റെ സമാധാനത്തെ തന്ന യേശു ഇന്ന് രാത്രി നിങ്ങളെ സന്ദർശിക്കുന്ന രാത്രിയായി.